അപ്പം നമ്മൾ അടുത്തത് ഈ ഒരു ബീം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ കോളത്തിന് ഇവിടെ ഒരു ക്ലോക്ക് വൈസിൽ L/2 ഉള്ളതുകൊണ്ട് ഈ ഒരു ജോയിൻറ്റിൽ ടോട്ടൽ മൊമെൻ്റ് ഒന്നും ഇല്ലല്ലോ, 0 ആണല്ലോ. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ L/2 ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ സെക്കൻഡ് മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ പെർട്ടിക്കുലർ ജോയിൻറ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ L/2 മൊമെൻ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ L/2 മൊമെൻ്റ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോക്ക് വൈസ് L/2 ആൻറ്റി ക്ലോക്ക് വൈസ് L/2 രണ്ടും കൂടിയിട്ട് ടോട്ടൽ മൊമെൻ്റ് ഈ ഒരു പെർട്ടിക്കുലർ ജോയിൻറ്റിൽ 0 ആയി വരുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ക്ലോക്ക് വൈസിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ L/2 അപ്ലൈ ചെയ്യുക. പിന്നെ എന്താണ്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട് ഡൗൺവേർഡായിട്ട്. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് 0 ആകാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഈ ഒരു മെമ്പറിൻ്റെ ഇവിടെ എന്ത് കൊടുക്കുക, നമ്മൾ അപ്വേർഡായിട്ട് യൂണിറ്റ് വാല്യൂ റിയാക്ഷൻ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആ ഒരു പെർട്ടിക്കുലർ ജോയിനിൽ ടോട്ടൽ റിയാക്ഷൻസും 0 ആവുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവിടെ മൊമെൻറ്റും വന്നു, അതുപോലെ തന്നെ റിയാക്ഷനും വന്നു. പിന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്ത R1ൻ്റെ വാല്യൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് കോർഡിനേറ്റ് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കേസിൽ കിട്ടുന്നത്. നമുക്ക് ഇതിനകത്തുള്ള റിയാക്ഷൻസ് കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ ഓരോ മെമ്പറിലെയും മൊമെൻറ്റ് മാത്രം എലിമെൻറ്റ് കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂസ് മാത്രം എഴുതാൽ മതി. അപ്പോൾ നമ്മൾ R1 = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ L/2 അപ്പോൾ സോ -L/2 വരും. ദെൻ ഇവിടെ +L/2, ദെൻ ഇവിടെ -L/2, ദെൻ ഇവിടെ 0. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് കേസ്, സെക്കൻഡ് കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള റിയാക്ഷൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഫിക്സ്ഡ് എൻഡിൽ സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം വാല്യൂ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. എങ്കിൽ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 ആവുള്ളൂ. ഓക്കെ, ദെൻ ഈ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനെ കൊണ്ട് ഈ ഒരു ഫിക്സ്ഡ് എൻഡിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് 1 × അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L. അപ്പോൾ 1 × L മൊമെൻറ്റ് ക്ലോക്ക് വൈസിലാണ് ഇവിടെ ഫിക്സ്ഡ് എൻഡിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ L മൊമെൻറ്റ് ക്ലോക്ക് വൈസിലാണ് ആക്ട് ചെയ്യുക, L എന്ന് പറയുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസിൽ. അപ്പോൾ ഫിക്സ്ഡ് എൻഡിൽ അതിന് ഓപ്പോസിറ്റ് മൊമെൻറ്റ് ഉണ്ടാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റ് 0 ആവുള്ളൂ. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് L ആയതുകൊണ്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ L എന്ന് പറയുന്ന മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു 1ഉം ഇവിടെ ഒരു 1 റിയാക്ഷനും അതുപോലെ തന്നെ ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് L-ഉം ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കിതിനെ ഓരോ മെമ്പറായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ബീമും ഒരു ഫസ്റ്റത്തെ കോളും സെക്കൻഡ് ബീമും കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അപ്പം ഈ ഒരു ജോയിനിൽ ഫിക്സ്ഡ് എൻഡിൽ ഒരു മൊമെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ 1 വരും. ദെൻ ഇവിടെ അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 1 വരും. ദെൻ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത വാല്യൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻസ് വരുന്നത്. മൊമെൻറ്റ് എന്ന് പറയുന്നത് ആകെ ഉണ്ടാകുന്നത് ഈ 1 എന്ന് പറയുന്ന ലോഡിനെ കൊണ്ട് ഈ ഒരു ഫിക്സ്ഡ് എൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻറ്റ് L എന്ന് പറയുന്ന മൊമെൻറ്റ് മാത്രം. വേറെ ഇവിടെ ഒന്നും മൊമെൻറ്റ് അതിനെ കൊണ്ടുണ്ടാകും. എന്താണ്, ഈ 1ൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ ഹൊറിസോണ്ടൽ മെമ്പർ സെയിം ലൈനിലാണെന്നുള്ളത്. അപ്പോൾ അവിടെ വേറെ മൊമെൻ്റ് ഒന്നും ഡെവലപ്പ് ചെയ്യില്ല. ഓക്കെ, അതാണ് സെക്കൻഡ് കോർഡിനേറ്റ്. ആൻഡ് തേർഡ് കോർഡിനേറ്റ് നോക്കാം. തേർഡ് കോർഡിനേറ്റ് മൊമെൻറ്റ്, ഇവിടെ ഒരു മൊമെൻറ്റ് യൂണിറ്റ് മൊമെൻറ്റ് R3 എന്ന് പറയുന്ന മൊമെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ R3 = 1 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫിക്സ്ഡ് എൻഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1 മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വരക്കുക. ആദ്യം ഫിക്സ്ഡ് എൻഡിൽ വരുന്ന റിയാക്ഷൻസ് ഒക്കെ എഴുതുക, ദെൻ സെപ്പറേറ്റ് ചെയ്ത് വരച്ചിട്ട് ഓരോന്നിലും കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് എൻഡിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും മൊമെൻറ്റ് ഉണ്ട്. ദെൻ പിന്നെന്താണ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത മൊമെൻറ്റ് 1, അത് ഇവിടെ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1, പിന്നെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ക്ലോക്ക് വൈസിലുള്ള 1. ഓക്കെ, അതായത് ഇങ്ങനെ വരക്കുമ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1, ദെൻ ഇവിടെ അപ്ലൈ ചെയ്ത ക്ലോക്ക് വൈസിൽ 1 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെമ്പർ എടുക്കുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 1 ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടോട്ടൽ മൊമെൻറ്റ് 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ടാവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 1 അപ്ലൈ ആ ഒരു പെർട്ടിക്കുലർ മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ. ദെൻ ഈ ഒരു ജോയിൻറ്റിൽ മൊമെൻറ്റ് 0 ആക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1 ഉണ്ടാകുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ 1 അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു ജോയിൻറ്റിലെ ടോട്ടൽ മൊമെൻറ്റ് 0 ആയിക്കോട്ടെ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കേസിൽ വരുന്നത്. നേരത്തെ കേസിൽ ഹൊറിസോണ്ടൽ ലോഡാണ്, ഫസ്റ്റത്തെ കേസിൽ വെർട്ടിക്കൽ ലോഡാകുമ്പോൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -L/2 -L/2 +L/2 +L/2 ഇവിടെ 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസിൽ വരുന്നത് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡാകുമ്പോൾ എന്താണ് വരുന്നത്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് -L/2 ഇവിടെ 0, ഇവിടെയും 0, ഇവിടെയും 0, ഇവിടെ ഒന്നും മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അവിടെയെല്ലാം 0 വരും. ഓക്കെ, ദെൻ മൊമെൻ്റ് ആണെങ്കിൽ എന്താണ് വരിക, -L/2 ഇവിടെ -1 -1
1 -1 1 അതാണ് വരുന്നത്. ഇനി അതിനെ മെട്രിക്സ് ഫോമിൽ കാണിക്കാം. R1 = 1, R2 = 1, R3 = 1 എന്ന് എഴുതുക. എന്നിട്ട് അതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുക. R1 = 1 ആകുമ്പോൾ എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഇങ്ങനെ കോളത്തിൽ മാർക്ക് ചെയ്യാം. R2 = 1 ആണ്, ഇത് നെക്സ്റ്റ് കോളം. R3 = 1 നെക്സ്റ്റ് കോളം. ഡയറക്ഷൻ ശ്രദ്ധിക്കുക. ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നെഗറ്റീവും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്ലസ് എന്നുള്ള സൈനും യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ BR മെട്രിക്സ് കിട്ടും. അതാണ് BR മെട്രിക്സ് ആണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് വൃത്തിയായിട്ട് നോക്കുക. അതിന് അടുത്തതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ അതിൻ്റെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഡെറൈവ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. ഡെവലപ്പ് ദ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർ ദ ഗിവൺ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് ദ ഗിവൺ കോർഡിനേറ്റ്സ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, ഇവിടെയുള്ള മൊമെൻറ്റ് ആണ് ഇവിടെയുള്ള ഫസ്റ്റ് കോർഡിനേറ്റ്, ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ്, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, അത് സെക്കൻഡ് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മൊമെൻറ്റ്. ഓക്കെ, അതാണ് സംഭവം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഫിക്സ്ഡ് ബീമിൻ്റെ കേസിലാണ് നമ്മൾ ചെയ്യുന്നത്. കാൻറ്റിലിവർ ബീമിൻ്റെ കേസിലായിരിക്കും സപ്പോർട്ട് ഫിക്സ്ഡ് സപ്പോർട്ടാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കേണ്ട. റിയാക്ഷൻസ് അതായത് ഫിക്സ്ഡ് സപ്പോർട്ടിന് ഡിഗ്രി ഓഫ് ഫ്രീഡം, അതിന് റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഫിക്സ്ഡ് സപ്പോർട്ടിൻ്റെ കേസിൽ. അതിൻ്റെ മൊമെൻറ്റ് മാത്രം ചെയ്താൽ മതി. എന്നാൽ സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് അതിൻ്റെ സപ്പോർട്ടിലെ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അതിൻ്റെ വെർട്ടിക്കൽ റിയാക്ഷൻസ്, ബീം ആയതുകൊണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ മൊമെൻറ്റ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൊമെൻറ്റിനെ കൊണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷൻസ്, സപ്പോർട്ട് റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കണം. ദെൻ ആ സപ്പോർട്ട് റിയാക്ഷനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായിരിക്കും ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ വരിക. നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത മൊമെൻ്റ് ആയാലും റിയാക്ഷൻ ആയാലും എന്തായാലും അതുകൊണ്ടുണ്ടാവുന്ന ഫിക്സ്ഡ് സപ്പോർട്ടിൻ്റെ കാൻറ്റിലിവറിൻ്റെ കേസിൽ അതുകൊണ്ടുണ്ടാകുന്ന എലിമെൻറ്റ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിച്ചില്ല. എന്നാൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ റിയാക്ഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ റിയാക്ഷനെ കൊണ്ടുണ്ടാകുന്ന മൊമെൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓരോ മെമ്പറിലും ഓരോ എലിമെൻറ്റിലും ഉണ്ടാകുന്ന മൊമെൻറ്റ്. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ കേസ് എന്താണ്? ഇത് ഡിഫ്ലക്ഷൻ ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഡിഫ്ലക്ഷൻ ഡയഗ്രാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ് R1 = 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. R1 = 1. R1 = 1 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിൽ റിയാക്ഷൻസ് RAയും RBയും കണ്ടുപിടിക്കാം. സപ്പോർട്ട് എയിലെ വെർട്ടിക്കൽ റിയാക്ഷനും അതുപോലെ സപ്പോർട്ട് ബിയിലെ വെർട്ടിക്കൽ റിയാക്ഷനും കണ്ടുപിടിക്കാം. ഫസ്റ്റ് R1 = 1, ഫസ്റ്റ് കോർഡിനേറ്റ് 1ന് 1 വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത്? ഫസ്റ്റ് കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ ഒരു മൊമെൻറ്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലെ മൊമെൻറ്റ് അബൌട്ട് 0 എന്ന് എടുക്കുക. ഞാൻ ഈ സെക്കൻഡ് പോയിന്റിലെ മൊമെൻറ്റ് അബൌട്ട് 0 എടുത്തു. അതായത് സിഗ്മ MB = 0 എന്നുള്ള കണ്ടീഷൻ എടുത്തു. അപ്പോൾ എന്താണ് സിഗ്മ MB = 0 ഇക്വേഷൻ എന്താ വരിക? ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട് RA. ഞാൻ RA ഇൻറ്റു ഡൗൺവേർഡ് അല്ല, നമ്മൾ ഫസ്റ്റ് അപ്വേർഡ് ഡയറക്ഷൻസിനെ കൺസിഡർ ചെയ്യാം. സോ RA ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്താണ് L/2 + L/2 L വരും. സോ RA ഇൻറ്റു L പിന്നെ എന്താണ് വരുന്നത്? പ്ലസ് ഇവിടെ നമ്മൾ ഒരു മൊമെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ നമ്മൾ R1 = 1 എന്നുള്ള മൊമെൻറ്റ് അപ്ലൈ ചെയ്തില്ലേ ക്ലോക്ക് വൈസിൽ. അപ്പോൾ RA ഇൻറ്റു 1 + 1 = 0 എന്ന് വരും. ഓക്കെ, RA ഇൻറ്റു 1 + 1 = 0. ദെൻ RAൻ്റെ വാല്യൂ എന്താ കിട്ടും? RA = -1/L എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. RAൻ്റെ വാല്യൂ -1/L ആണെങ്കിൽ RB എന്തായിരിക്കും? RA + RB 0 ആയിരിക്കണം അല്ലേ? ടോട്ടൽ വെർട്ടിക്കൽ റിയാക്ഷൻ 0 ആയിരിക്കണം. സോ RA -1/L ആണെങ്കിൽ RB = 1/L വരും. ഓക്കെ, അങ്ങനെയാണ് റിയാക്ഷൻസ്. അപ്പോൾ ആ റിയാക്ഷൻസ് കിട്ടി. അപ്പോൾ RA -1/L ഡൗൺവേർഡായിട്ട് കാണിച്ചു, RB + 1/L അപ്വേർഡായിട്ട് കാണിച്ചു. പിന്നെ ഇവിടെ ഒരു R1 എന്ന് പറയുന്ന മൊമെൻറ്റും ഉണ്ട്. ഓക്കെ, അത് കിട്ടി. ഇനി നമ്മൾ അതിൻ്റെ കേസിലുള്ള എലിമെൻറ്റ് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ബീമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ 2 ആയിട്ട് കാണിക്കുക. എന്നിട്ട് ഈ ഫസ്റ്റത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് എന്താ? നമ്മളിവിടെ R1 = 1 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്തല്ലോ. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. ക്ലോക്ക് വൈസിൽ 1 എന്നുള്ളൊരു മൊമെൻറ്റ് വരും. ഓക്കെ, അപ്പോൾ അവിടെ സെപ്പറേറ്റ് വരച്ച് കാണിച്ചുതരാം. ഇവിടെ ക്ലോക്ക് വൈസിൽ 1 എന്നുള്ള മൊമെൻറ്റ് വന്നു. ഓക്കെ, പിന്നെന്താണ്? ഇവിടെ ഒരു ഡൗൺവേർഡ് റിയാക്ഷൻ ഉണ്ടല്ലേ. അവിടെ ഒരു ഡൗൺവേർഡ് റിയാക്ഷൻ ഉണ്ടാകുമ്പം ഈ ഡൗൺവേർഡ് റിയാക്ഷൻ കൊണ്ട് ഈ മെമ്പറിലെ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇവിടെയുള്ള മൊമെൻറ്റ് എന്താണ്? ഇവിടെ ഡൗൺവേർഡ് റിയാക്ഷൻ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡൗൺവേർഡ് റിയാക്ഷൻ ആകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/L ഇൻറ്റു
1/L into L/2 1/L into L/2 മൊമെൻ്റ് ഉണ്ടാവും. അപ്പോൾ എന്താണ് വരുന്നത് 1/2 എല്ലും ക്യാൻസലായിട്ട് 1/2 1/2 എന്ന് പറഞ്ഞ മൊമെൻറ്റ് ഏത് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ട്, ദെൻ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 വരും. എങ്ങനെയാണ് വരുന്നത് ഈ റിയാക്ഷനെ കൊണ്ട്. ആ റിയാക്ഷൻ 1/L into L/2 എന്ത് വരും 1/2 മൊമെൻറ്റ് ഇങ്ങനെ വരും, ആൻറ്റി ക്ലോക്ക് വൈസിൽ അവിടെ വരും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ 1/2 ആൻറ്റി ക്ലോക്ക് വൈസിൽ. പിന്നെ ഈ ജോയിനിൽ എന്തായിരിക്കും വേണ്ടത്, ഇവിടെ ടോട്ടൽ ഈ ജോയിൻറ്റിലെ ഈ ഒരു പെർട്ടിക്കുലർ ജോയിൻ്റ് എടുത്താൽ ടോട്ടൽ മൊമെൻറ്റ് 0 ആവണം. അതുകൊണ്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 ഉണ്ടെങ്കിൽ ഇവിടെ ക്ലോക്ക് വൈസിൽ 1/2 വരും അല്ലേ. അവിടെ ക്ലോക്ക് വൈസിൽ 1/2 ഡെവലപ്പ് ചെയ്യും. ഓക്കെ. പിന്നെയോ ഈ ഒരു പെർട്ടിക്കുലർ ജോയിനിലുള്ള മൊമെൻറ്റോ അവിടെ ടോട്ടൽ മൊമെൻറ്റ് അവിടെയുള്ള മൊമെൻറ്റ് 0 ആയിരിക്കും. അതെങ്ങനെയാണ് 0 വന്നത്, അത് പറയുന്നത് ഈ 1/L അല്ലേ, ഇവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1/L ഇൻറ്റു എന്താണ് വരുന്നത് L/2 പ്ലസ് L/2 എന്ന് പറയുമ്പോൾ L വരും അല്ലേ, L വരും. അപ്പോൾ എല്ലും ക്യാൻസലായി 1 ആണ് വരുന്നത്. ഓക്കെ 1 വരും, ഇവിടെ ഇങ്ങനെ 1 വരും. പക്ഷേ എന്താണ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 1 ഇല്ലേ, R1 = 1 അപ്ലൈ ചെയ്ത മൊമെൻറ്റ് ടോട്ടൽ മൊമെൻറ്റ് എടുക്കുമ്പോൾ അവിടെ ഇല്ലേ. അപ്പോൾ എന്താണ് ഒന്ന് ക്ലോക്ക് വൈസിൽ 1 വരുമ്പോൾ ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരണം. അപ്പോൾ 0 1 - 1 0 എന്നുള്ള വാല്യൂ വരും. സോ ഈ എൻഡിൽ എന്ത് വരും, ടോട്ടൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് 0 വരും. ഓക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത മൊമെൻറ്റ് 1, ദെൻ ഇവിടെ 1/2 വന്നിരിക്കുന്നത് എന്താണ് ഈ 1/L കൊണ്ട് ഈ ഒരു മെമ്പറിലുണ്ടായ മൊമെൻറ്റ്, അതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് 1/2. സോ അതിന് ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസ് 1/2 കൊടുത്തു. ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു മെമ്പറിൽ ടോട്ടൽ മൊമെൻറ്റ് 0 1/L into L വരും. പക്ഷേ ആ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു 1 ഉണ്ട്. സോ എന്താണ് വരുന്നത്, അതിൻ്റെ വാല്യൂ വരുന്നത് 0 വരും. ഓക്കെ. പിന്നെ ഇവിടെയുള്ള ഈ മൊമെൻറ്റ് 1/2 എന്ന് വരുന്നത് ഈ 1/L ഇൻറ്റു L/2 എന്താണ് വരുന്നത് 1/2 ആണ് ടോട്ടൽ അവിടെയുള്ള മൊമെൻറ്റ് ഈ റിയാക്ഷനെ കൊണ്ട്. അത് ഏതാ ഡയറക്ഷൻ ഇങ്ങനെ, ഏത് ആൻറ്റി ക്ലോക്ക് വൈസിൽ. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് വൈസിൽ ഒരു R1 എന്ന് പറയുന്ന മൊമെൻറ്റ് കൂടി, R1 = 1 എന്ന് പറയുന്നൊരു മൊമെൻറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അവിടെ റിസൾട്ട് എന്തായിരിക്കും 1 - 1/2 വരുന്നത് 1/2 എന്നാണ് വരിക. 1/2 എന്ന് പറയുമ്പോൾ റിസൾട്ടൻ്റെ ഏതാണ് വലുത് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് അല്ലേ. അപ്പോൾ 1/2 ക്ലോക്ക് വൈസിലാണ് വരുന്നത്. അവിടെ ടോട്ടൽ മൊമെൻറ്റ് 1/2 ക്ലോക്ക് വൈസിൽ വരുമ്പോൾ അവിടെ നമ്മൾ ടോട്ടൽ മൊമെൻറ്റ് 0 ആവണമെങ്കിൽ എന്ത് വരണം, ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 അപ്ലൈ ചെയ്യണം അല്ലേ. അങ്ങനെയും ചിന്തിക്കാം നമുക്ക്, ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 അപ്ലൈ ചെയ്യണം. അങ്ങനെ ഇവിടെ എന്ത് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇവിടെ 1/2 എന്നുള്ള വാല്യൂ വരുന്നത്. ഓക്കെ അതുകൂടി ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മൾ റിയാക്ഷനാണ്. R2 എന്ന് പറയുന്ന റിയാക്ഷൻ, R2 = 1 അപ്ലൈ ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ആദ്യം കണ്ടുപിടിക്കുക, RAയും RBയും. R2 = 1 എന്ന് പറയുമ്പോൾ R2 എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, ഡൗൺവേർഡ് റിയാക്ഷനാണ്. സോ RA എന്താണ് RB എന്ത് വരും 1/2 വരും. 1/2 + 1/2 അല്ലേ 1. അങ്ങനെ ഇവിടെ 1/2 ഇവിടെയും 1/2 വന്നു. ഓക്കെ ഇനി അതുകൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഈ 1/2 ഇവിടെ വേറെ ഒരു മൊമെൻറ്റും ഇല്ല. അപ്പോൾ 1/2ൻ്റെ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് 0. സോ ഈ മൊമെൻറ്റ് 0 വന്നു. ഓക്കെ ഈ മൊമെൻറ്റ് 0 വന്നു. ദെൻ ഈ ഫസ്റ്റ് മെമ്പറിലെ സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഈ എലിമെൻറ്റ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം നമുക്ക് അടുത്ത വേണ്ടത് ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 1/2 ഇൻറ്റു എന്താണ് ഇവിടെ 1/2 റിയാക്ഷൻ ഉള്ളത്, ഇവിടെ 1/2 ഇങ്ങനെയാണ് 1/2 എന്നുള്ള റിയാക്ഷനാണുള്ളത്. ഇത് L/2 ആണ്. അപ്പോൾ എന്ത് വരും 1/2 ഇൻറ്റു L/4 വരും. L/4 ആണ് മൊമെൻറ്റ്. എങ്ങനെയാണ് ഇത് ക്ലോക്ക് വൈസിൽ. അപ്പോൾ ഇവിടെ എന്ത് വരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ L/4 ഡെവലപ്പ് ചെയ്യും. ഓക്കെ അങ്ങനെയാണ് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ, ഇവിടെയാണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ L/4 ഡെവലപ്പ് ചെയ്തത്. ഓക്കെ ടോട്ടൽ ഈ ജംഗ്ഷനിൽ 0 ആവണമെങ്കിൽ എന്ത് വേണം, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ L/4 ഉണ്ടാകുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ L/4 അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ 4 ജംഗ്ഷനിൽ ടോട്ടൽ മൊമെൻറ്റ് 0 വന്നത്. ഓക്കെ അപ്പോൾ അവിടെ L/4 ആൻറ്റി ക്ലോക്ക് വൈസിൽ വന്നു. ദെൻ ഇവിടെ എന്താണ് ഫോർത്ത് കോർഡിനേറ്റ് എന്താണ് വരുന്നത്, ഫോർത്ത് കോർഡിനേറ്റ് വരുന്നത് 1/2 ഇൻറ്റു ടോട്ടൽ ഈ ഫോർത്ത് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 1/2 എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട് ഇവിടെ ഇത്. അപ്പോൾ ആ 1/2 ഇൻറ്റു ഈ ടോട്ടൽ ലെങ്ത്ത് L/2 + L/2 L/2 വരും. L/2 ക്ലോക്ക് വൈസിൽ വരും. പിന്നെ ഇതിനെ കൊണ്ടോ ഈ R2നെ കൊണ്ടോ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് എന്തായിരിക്കും ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ.
അപ്പോൾ -1 × L/2 ടോട്ടൽ 0 വരും. അങ്ങനെ എന്ത് വന്ന് ഇവിടെയുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ 0 വന്ന്. ഓക്കെ, അങ്ങനെയാണ് ഈ കോർഡിനേറ്റ്സ് 0, L/2, -L/2, +L/2, 0 എന്നുള്ള വാല്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഇനി തേർഡ് കോർഡിനേറ്റിന് മൊമെൻ്റ് ആണ്, അതിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതുകൊണ്ടുള്ള റിയാക്ഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ σmb = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുക. സോ RA × L, ഇത് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്ത മൊമെൻറ്റ്, +1 = 0 വരും. സോ RA = എന്ത് വരും, -1/L വരും. അപ്പോൾ RA ഡൗൺവേർഡ് 1/L, RB അപ്വേർഡ് 1/L. ഇനി അതുകൊണ്ടുണ്ടാകുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കാം. RA ഡൗൺവേർഡ് 1/L ആകുമ്പോൾ RB അപ്വേർഡ് 1/L. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എൻഡിലുണ്ടാകുന്ന മൊമെൻറ്റ് RA × ആ റിയാക്ഷൻ്റെ അവിടെയുള്ള ഡിസ്റ്റൻസ് 0. സോ അവിടെയുള്ള മൊമെൻറ്റ് 0 കിട്ടി. അത് നമുക്ക് 0 കിട്ടി. ദെൻ അടുത്തത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് പറയുമ്പോൾ 1/L, ഈ ഡിസ്റ്റൻസ്, ഈ മൊമെൻറ്റ് ഇൻറ്റു L/2, ഇതും പോയി 1/2 ഏതാ ഡയറക്ഷൻ, ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 ആണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു ക്ലോക്ക് വൈസിലൊരു മൊമെൻറ്റ് ഉണ്ട് അല്ലേ, 1. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് 1/2 ആകുമ്പോൾ എന്താണ് വരുന്നത്, -1/2 + 1. റിസൾട്ടൻ്റ് എന്തായിരിക്കും, 1/2. ഏത് ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസിൽ 1/2 ആണ് അവിടെയുള്ള ക്ലോക്ക് വൈസിൽ 1/2 ആണ് അവിടെയുള്ള ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ക്ലോക്ക് വൈസിൽ 1/2 എന്നുള്ള വാല്യൂ വന്നു. ഓക്കെ, പിന്നെ അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് 1/2 ഉണ്ടെങ്കിൽ ഈ ജംഗ്ഷനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 വന്നു. പിന്നെ ഇവിടെ വരുന്നത് 1 ആണ്, നമ്മൾ അപ്ലൈ ചെയ്ത R3ൻ്റെ വാല്യൂ 1. ഓക്കെ, അതായത് ഇവിടെ 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 റിയാക്ഷൻ ഉണ്ടാവും, L/2, L/2. അപ്പോൾ ഇവിടെ മൊമെൻറ്റ് 0, ഇവിടെ ഈ L/2 × 1/L × L/2. 1/L × L/2 എന്ന് പറയുമ്പോൾ എന്താണ്, 1/2 വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ടോട്ടൽ റിസൾട്ടൻ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരും 1/2. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിൽ വരുമ്പോൾ ഈ ഒരു ജോയിനിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 അപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഇവിടെ അപ്ലൈ ചെയ്ത 1, നമ്മൾ R3ൻ്റെ വാല്യൂ 1 എന്നുള്ള അപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്, ഇവിടെയുള്ള മൊമെൻറ്റ്, ഈ സെക്കൻഡ് മെമ്പറിൽ ഈ മൊമെൻറ്റ് എന്താണ് വരിക, അവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 1/L × L/2. ഏതാ ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ്, -1/L × L/2 +1. ഏത് ക്ലോക്ക് വൈസിൽ +1 എന്നുള്ള വാല്യൂ ക്ലോക്ക് വൈസിൽ വന്നു. അപ്പോൾ അവിടെ റിസൾട്ടൻ്റ് എന്ത് വരും, 1 - 1/2, 1/2 ആണ് വരുന്നത് റിസൾട്ടൻ്റ് അല്ലേ. 1/2 ഏത് ഡയറക്ഷനിൽ, ക്ലോക്ക് വൈസിലാണ് 1/2 വരേണ്ടത്. അപ്പോൾ ക്ലോക്ക് വൈസിൽ റിസൾട്ടൻ്റ് 1/2 ഉണ്ടെങ്കിൽ ഈ ഒരു മെമ്പറിൽ മൊമെൻറ്റ് 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഇവിടെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 എന്നുള്ള മൊമെൻറ്റ് അപ്ലൈ ചെയ്യാം. നമുക്ക് അങ്ങനെ ആലോചിക്കാം അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ. ഇനി അത് മെട്രിക്സ് ഫോമിലേക്ക് എഴുതാം, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1, R1 = 1 വരുമ്പോൾ 1 വരും, -1/2 വരും, +1/2 വരും, 0 വരും. R2ന് 1 വരുമ്പോൾ 0 വരും, -L/2 വരും, +L/2 വരും, 0 വരും. ദെൻ R3ക്ക് 1 വരുമ്പോൾ 0 വരും, +1/2 വരും, -1/2 വരും, 1 വരും. ഓക്കെ, അതാണ് അതിൻ്റെ BR മെട്രിക്സ് തന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കേസിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക, RA RBയും, എന്നിട്ട് ഏത് എൻഡിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ഈ എൻഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്. ഈ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിയാക്ഷൻ ഉണ്ട്, മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിസ്റ്റം എലിമെൻറ്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ റിയാക്ഷനും മൊമെൻറ്റും രണ്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ എൻഡ് നോക്കുക, സെക്കൻഡ് B എന്ന് പറഞ്ഞ സപ്പോർട്ട് നോക്കുക, അവിടെ വെറും റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനത്തെ കേസ് നമ്മൾ എളുപ്പമായിട്ട് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, ഏത് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, ആ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ സെക്കൻഡ് മെമ്പറിന്. അപ്പോൾ എന്ത് വരും, ഇവിടെ ആ റിയാക്ഷൻ ഉണ്ട്, അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് വരും, ഇവിടെ 0 വരും. അങ്ങനെ ഇവിടെയുള്ള ഇത് 0 ആയിട്ട് വന്നു നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെയുള്ള മൊമെൻറ്റ് 0 വന്നു. ദെൻ ഇവിടെയുള്ള നോക്കുമ്പോൾ 1/L × ഈ ഡിസ്റ്റൻസ് L/2 എന്താണ് വരിക, 1/2 വരും. ഏതാ ഡയറക്ഷൻ, ഇതിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ. അപ്പോൾ ഇവിടെ എന്ത് വേണം, ഓപ്പോസിറ്റിൽ ക്ലോക്ക് വൈസിൽ വരും 1/2.
ദെൻ ഈ ഒരു ജംഗ്ഷൻ നോക്കുക. ഈ ഒരു ജംഗ്ഷനിൽ എന്തായിരിക്കണം? 0 ആക്കണം. ഇവിടെ ക്ലോക്ക് വൈസിൽ 1/2 ഉണ്ടെങ്കിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 അപ്ലൈ ചെയ്യുക. ദെൻ പിന്നെന്താ, ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് 1. ഓക്കെ, ഇതല്ലേ എളുപ്പം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഏത് സപ്പോർട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എളുപ്പം നോക്കുക. റിയാക്ഷൻ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും റിയാക്ഷൻ്റെ മൊമെൻറ്റും കൺസിഡർ ചെയ്ത് ചെയ്യുന്നതിലും എളുപ്പം വരും. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 വന്നു, ഇവിടെ 1/2 × L/2 1/L × L/2 1/2 വന്നു. ഇത് ക്ലോക്ക് വൈസിലാണ് വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസിലാണ് വരുന്നത്, അതുകൊണ്ട് അത് 0 ആക്കാൻ വേണ്ടിയിട്ട് ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്തു. ദെൻ ഈ ഒരു ജോയിൻറ്റ് 0 ആക്കാൻ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് അത് വരിക. അതുപോലെ ഈ തേർഡ് കേസിന് അങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി. തേർഡ് കേസിന് വരുമ്പോൾ ഇവിടെ ആണെങ്കിൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, ഈ സപ്പോർട്ടിൽ റിയാക്ഷനും മൊമെൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്കത് എളുപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം വരിക, സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ എന്താ വരിക? ഈ ഒരു 1/L ആ ഡിസ്റ്റൻസ് 0, ഇവിടെയുള്ള മൊമെൻറ്റ് 0 വന്നു. ദെൻ ഈ സെക്കൻഡ് മെമ്പറിൽ ഇവിടുത്തെ കണ്ടുപിടിക്കണം. അവിടുത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വരും? അവിടുത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 0 വന്ന് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/L × L/2, അപ്പോൾ 1/2 വരും. 1/2 ഏത് ഡയറക്ഷനിൽ? ഇത് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 1/2 വരിക. അപ്പോൾ അതിന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 1/2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ജോയിൻറ്റിൽ 0 ആയിരിക്കണം, വേറെ റിയാക്ഷൻ മൊമെൻ്റ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0. സോ അവിടെ ആൻറ്റി ക്ലോക്ക് വൈസിൽ 1/2 അപ്ലൈ ചെയ്യാം. ദെൻ അടുത്തത് തേർഡ് കേസ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത R3ൻ്റെ വാല്യൂ 1. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ കിട്ടിയല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, എളുപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കേസിൽ. ഇനി അടുത്തത് ഒരു ഫ്രെയിമാണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ളൊരു കേസാണ് ഇതിൻ്റെ കേസും. അപ്പം ഇതോടെ പറഞ്ഞുതരാം. അടുത്തൊരു ലാസ്റ്റത്തെ പ്രോബ്ലം നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ 3 കോർഡിനേറ്റാണുള്ളത്. ഇവിടെ ഉണ്ട് R1 R2 1 2 3. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് 1ന് ഫസ്റ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. കോർഡിനേറ്റ് 1 എന്ന് പറയുമ്പോൾ ഒരു വെർട്ടിക്കൽ റിയാക്ഷന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഈ ഫിക്സ്ഡ് എൻഡ് നോക്കുക. ഫിക്സ്ഡ് എൻഡിൽ ഡൗൺവേർഡ് ഒരു റിയാക്ഷനും വരും. അതുപോലെ തന്നെ ഈ യൂണിറ്റ് വാല്യൂനെ കൊണ്ടുള്ള ഒരു മൊമെൻറ്റും വേണം. എന്താണ് യൂണിറ്റ് വാല്യൂ? ഇവിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതെല്ലാം. അപ്പോൾ 1 × L ഏത് ഡയറക്ഷനിലാണ് ഇവിടെ മൊമെൻറ്റ് ഉണ്ടാവുക? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. L എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ദെൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വരക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മെമ്പർ വരക്കാം, അതിലൊരു ഡൗൺവേർഡ് റിയാക്ഷൻ ഉണ്ട്, ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ മെമ്പറിൽ ടോട്ടൽ ഫോഴ്സ് 0 ആവണം. അപ്പോൾ എന്ത് വേണം? ഇവിടെ ഡൗൺവേർഡ് റിയാക്ഷൻ ഉണ്ടായതുകൊണ്ട് ഇവിടെ അപ്വേർഡ് കൊടുക്കുക. ദെൻ ഇവിടെ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു മെമ്പറിൻ്റെ കാര്യം ഓക്കെ ആയല്ലോ. ഇനി അടുത്തത് സെക്കൻഡ് മെമ്പർ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വേണം? ഈ ജോയിൻറ്റിൽ ടോട്ടൽ റിയാക്ഷനും മൊമെൻറ്റും ഒക്കെ 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ മെമ്പറിൽ ഫസ്റ്റ് മെമ്പറിൽ ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് അപ്ലൈ ചെയ്താലേ അവിടെ 0 ആവും. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വരും. ഓക്കെ, ദെൻ പിന്നെ എന്താ? ഇവിടെ ഒരു അപ്വേർഡ് റിയാക്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഡൗൺവേർഡ് റിയാക്ഷൻ വരും. പിന്നെ അത് 0 ആവുള്ളൂ. ദെൻ അതുപോലെ ഇവിടെ ഒരു ഡൗൺവേർഡ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ ടോട്ടൽ റിയാക്ഷൻ ഈ മെമ്പറിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു അപ്വേർഡ് റിയാക്ഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു അപ്വേർഡ് ഉള്ളതുകൊണ്ട് ഇവിടെ ഡൗൺവേർഡ്, ഇവിടെ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത R1ൻ്റെ വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ മൊമെൻറ്റ് വരാത്തത് എന്താണ്? ഈ ഒരു ജോയിൻറ്റിൽ എന്താണ്? ഈ ഒരു ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലാണ് ഈ ഒരു ജോയിൻറ്റ് ഉള്ളതല്ലേ. അപ്പോൾ ഇവിടെയൊന്നും മൊമെൻറ്റ് ഉണ്ടാവില്ല. അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുള്ള പോയിന്റിലേക്ക് മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുള്ളൂ അല്ലേ? അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഇവിടെയും മൊമെൻറ്റ് വരും, ഇവിടെയും വരും, ഈ ഒരു മെമ്പറിൽ വരും. ബാക്കി 3 മെമ്പറിലും 3 L1 കോർഡിനേറ്റ്സിലും മൊമെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റിൻ്റെ വാല്യൂ വരുന്നത് L1 കോർഡിനേറ്റിൻ്റെ ഫസ്റ്റ് കോളം വരുന്നത് ഇതാണ്. അതായത് ഫസ്റ്റത്തെ മൊമെൻറ്റ് L ക്ലോക്ക് വൈസിൽ L, സെക്കൻഡ് ആൻറ്റി ക്ലോക്ക് വൈസിൽ L, തേർഡ് ക്ലോക്ക് വൈസ് L, ബാക്കി 3 L1 കോർഡിനേറ്റും 0. ഓക്കെ, ഈ 1 1 1 എന്ന് പറഞ്ഞ ഈ റിയാക്ഷനാണ്. അത് L1 കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ L1 കോർഡിനേറ്റ് ആയിട്ട് ഈ മൊമെൻറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് റിയാക്ഷൻ ഒന്നും നമ്മൾ L1 കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, ഇനി കോർഡിനേറ്റ് 2 ഇവിടെ റിയാക്ഷനാണ്, ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അതുകൊണ്ട് ഇവിടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും. ഓക്കെ, പിന്നെന്താണ്? ഈ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൊണ്ട് ഈ ഫിക്സ്ഡ് എൻഡിൽ മൊമെൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അത് സെയിം ലൈൻ ഓഫ് ആക്ഷൻ, ആ സെയിം ലൈനിലല്ലേ ഉള്ളത് ഫിക്സ്ഡ് എൻഡുമായി R2 ആക്ട് ചെയ്യുന്ന ലൈൻ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വരക്കുക. ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും 1. അപ്പോൾ ഇവിടെ ഒരു 1 എന്ന് പറയുന്ന റിയാക്ഷൻ ഉള്ളത് കൊണ്ട് ഈ ജോയിൻറ്റിൽ എന്തായിരിക്കും മൊമെൻറ്റ്? 1 × ഈ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് L ആണ് അല്ലേ? ആ ഡിസ്റ്റൻസ് L വരും. അപ്പോൾ 1 × L ഏത് ഡയറക്ഷനിൽ? ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ. സോ ഇവിടെ എന്തായിരിക്കും? ക്ലോക്ക് വൈസിലൊരു മൊമെൻറ്റ് ഉണ്ടാവും, L എന്ന് പറയുന്ന മൊമെൻറ്റ്.
അങ്ങനെയാണ് ഇവിടെ ക്ലോക്ക് വൈസിൽ എൽ എന്ന് പറയുന്ന മൊമെൻറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് ഒരു 1 ലോഡും വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണെങ്കിൽ ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് അപ്ലൈ ചെയ്യുക എൽ. ഓക്കെ, പിന്നെ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എൽ അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ നോക്കുക, ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട് 1 എന്ന് പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്തായിരിക്കും, ഇങ്ങനെ ക്ലോക്ക് വൈസിൽ എല്ലാണ്, ഈ ലെങ്ത് എല്ലാണ് ഉണ്ടാവുക. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ എൽ വരും. അങ്ങനെയാണ് ഈ ഒരു മെമ്പറിൽ ഇവിടെ എൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എൽ വരുമ്പോൾ ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഇവിടെയും എൽ അപ്ലൈ ചെയ്യാം. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിലെല്ലാം ആകുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് എൽ വരും. അതുകൊണ്ട് ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എൽ എന്നുള്ള മൊമെൻറ്റ് വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ കേസിൽ എലിമെൻറ്റ് കോർഡിനേറ്റ് ഇവിടെ 0, ഇവിടെ ക്ലോക്ക് വൈസിൽ പ്ലസ് എൽ, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൈനസ് എൽ, ഇവിടെ ക്ലോക്ക് വൈസിൽ പ്ലസ് എൽ, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൈനസ് എൽ, ഇവിടെ 0 വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് കോർഡിനേറ്റ് മൊമെൻറ്റ്. ഇവിടെ മൊമെൻ്റ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫിക്സ്ഡ് എൻഡിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി അതിന് സെപ്പറേറ്റ് ചെയ്ത് ഇറക്കാം. അപ്പോൾ ഫിക്സ്ഡ് എൻഡിൽ ഇവിടെ മൊമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ടാവും. ദെൻ ഇവിടെ ഒരു മൊമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ മെമ്പറിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മൊമെൻ്റ് വരും. ഓക്കെ, പിന്നെന്താ, ഈ ജോയിൻറ്റിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൊമെൻ്റ് വരും. അതാണിത്. ദെൻ ഈ ജോയിൻറ്റിൽ 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൊമെൻ്റ് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ വരുന്നത് R3 = 1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. +1 +1, ആദ്യത്തെ കേസിൽ -1 ആണ്, അത് എഴുതിയത് മാറിയതാണ്. -1 ആണ് അതിൻ്റെ അത് -1 ആണ് ഇവിടെ വേണ്ടത് ഫസ്റ്റത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ്. അത് എഴുതിയത് മാറിയതാണ്, ശ്രദ്ധിക്കുക. -1 +1 -1 +1 -1 +1. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ BR മെട്രിക്സ്. നെക്സ്റ്റ് പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ.